സ്വഫറിലെ ഒടുക്കത്തെ ബുധനെയാണ് യൗമു നഹ്സിൻ മുസ്തമിർ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ദിവസത്തിൽ വർഷത്തിൽ തന്നെ പ്രത്യേകം ഈ നഹ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാക്കണമെന്ന രീതിയിൽ ചില ഇമാമികൾ പ്രത്യേകം വന്ന് ചില ദുആകളും പിഞ്ഞാണ് എഴുതി കൊടുക്കാനൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. പല തങ്ങന്മാരും പരമ്പരാഗതമായി അവരുടെ ബാപ്പപ്പാപ്പാരുടെ അനുമതി പ്രകാരം അതൊക്കെ നടത്തി വരാറുണ്ട്. അത് കിട്ടുന്നവരൊക്കെ. നമ്മുടെ നാട്ടിലാണെന്നും വഴക്കല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ വിശ്വാസമില്ല. അതാണ് ഏറ്റവും നല്ലതും. കാരണം ഈ തങ്ങന്മാരൊക്കെ വലിയ ആലിമീങ്ങളായി നമ്മൾ കാണുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ അവറുകളോ അതുപോലെ നാദാപുരത്തെ ശംസുൽ ഉലമ അവറോ ഒടുക്കത്ത് ബുധനും ദിവസത്തിൽ തന്നെയാണ്. ഒരു ബോധമൊന്നും പോകാറില്ല. ഒടുക്കത്തെ ബുധനാണ്. ഏത് മാസത്തിലെ ഒടുക്കത്തെ ബുധനാവട്ടെ, ഇനി സ്വഫറിലെ ഒടുക്കത്തെ ബുധനെ നിരത്തി അന്നൊരു ദിവസം ഒരു ആചരണമോ അന്നൊരു പിഞ്ഞാണയത്തോ അന്നാർക്കേനും പ്രത്യേക ഒരു ദിക്റോ ദുആയൊന്നും നമ്മളെ ഈ മശായിഖ്മാരാരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ നിലക്ക് നമ്മളിങ്ങനെ പോന്നാൽ നമുക്കൊരു പേടുമില്ല. ഇനി പരമ്പരാഗതമായി ആരെങ്കിലും ആ മാസം, അതായത് സ്വഫറിലെ ഒടുക്കത്തെ ബുധന് പ്രത്യേകം ആപത്ത് വരാതിരിക്കാൻ വർഷാന്തം വല്ലതും എഴുതി കൊടുക്കുകയോ ദുആ നടത്തുകയോ ചെയ്താൽ മോശമൊന്നുമില്ലല്ലോ. അതാരെയും ചെയ്തെങ്കിൽ ചെയ്തോട്ടെ. ഇതിന്റെ പേരിലൊന്നും ആക്ഷേപിക്കേണ്ടത്. ഇതൊക്കെ ഒരു കോലാഹലം ഉണ്ടാക്കുന്നത്, ഇതിനൊക്കെ തർക്കം പറയുന്നത് ഒരു തരം പുത്തൻ പരിഷ്കാര ചിന്തയാണ്, വഹാബിസാണ്. നമ്മളതിന്റെ നല്ലപോലെ ആലോചിച്ചാൽ മതി. ആരെങ്കിലും ഒരാൾ ഇന്നൊരു ദിവസം കേടാണ് എന്ന് കേട്ടാൽ അയാളെ കാര്യങ്ങൾക്ക് അത് മാറ്റി വെച്ചാൽ അയാൾക്ക് എന്ത് നഷ്ടം, വേറുള്ളവർക്ക് എന്ത് നഷ്ടം, ദീനിന് എന്ത് നഷ്ടം?